കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിന്റെ മൈതാനത്ത് നവകേരള സദസ്സിന്റെ പൊതുയോഗം സംഘടിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം. ക്ഷേത്ര മൈതാനിയിൽ പരിപാടി സംഘടിപ്പിക്കുന്നതിനെതിരെ പരാതിയും ഉയർന്നിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടക്കൽ ദേവി ക്ഷേത്രത്തിന്റെ മൈതാനത്ത് വെച്ചാണ് 20-ാം തീയതി വൈകിട്ട് 3 മണിക്ക് നവകേരള സദസ്സിന്റെ പൊതുയോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും പോസ്റ്ററുകളും ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ചിട്ടുമുണ്ട്. പൊതുയോഗം ക്ഷേത്ര മൈതാനിയിൽ വെച്ച് നടത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി BJPയും രംഗത്തുണ്ട്. ഹിന്ദു സമൂഹത്തിന്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ നവകേരള സദസ്സ് കടക്കൽ ദേവീക്ഷേത്രത്തിൽ നടത്തുന്നതിനെതിരെ BJPയുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധമുണ്ട്. ദേവസ്വം ബോർഡ് പോലുള്ള ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾക്കോ വ്യക്തിപരമായ കാര്യങ്ങൾക്കോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം ഉണ്ടെന്നിരിക്കെ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ളൊരു ധാർഷ്ട്യം കാണിക്കുന്നത് ആ ഭരണ സംവിധാനം അവരുടെ കൈകളിൽ ഉള്ളതുകൊണ്ടാണ്. പൊതുയോഗം ക്ഷേത്ര മൈതാനിയിൽ വെച്ച് നടത്തുന്നതിനെതിരെ BJP നേതാവും അഭിഭാഷകനുമായ ശങ്കുട്ടിദാസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പരാതി നൽകിയിരുന്നു. കേരള ഹൈക്കോടതിയുടെ ആവർത്തിച്ചുള്ള വിധികൾക്കും ദേവസ്വം ബോർഡിന്റെ സർക്കുലറിനും വിരുദ്ധമായാണ് ക്ഷേത്ര മൈതാനിയിൽ വെച്ചുള്ള പൊതുയോഗമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതായിരുന്നു പരാതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കക്ഷിയായ ഈ വർഷത്തെ തന്നെ 3 വ്യത്യസ്ത കേസുകളിൽ ക്ഷേത്ര മൈതാനിയിൽ ക്ഷേത്രവുമായി ബന്ധമില്ലാത്ത പരിപാടികൾ നടത്താനാവില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും പരാതിയിൽ പരാമർശിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് പൊതുയോഗം നടത്താൻ അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് അടിയന്തരമായി പിൻവലിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, കൊല്ലം.